ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എൻഗേജ് വിത്ത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന്റെ ബേസിക് അറിയാത്തത് കാരണം പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് എൻഗേജ് വിത്ത് ഇംഗ്ലീഷ് ഇവിടെയുള്ളത്. നമുക്ക് ഇംഗ്ലീഷിന്റെ ബേസിക് തൊട്ട് വളരെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻഗേജ് വിത്ത് ഇംഗ്ലീഷ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും കൃത്യമായി കാണാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല, അത് കൃത്യമായി ഫോളോ ചെയ്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഓരോ ക്ലാസ്സുകളിലും തുടക്കത്തിൽ ഇത് പറയുന്നത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ എപ്പോഴെങ്കിലും ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ നോക്കി പോയി അങ്ങനെ ആക്കിയത് കൊണ്ട് വലിയ ഒരു പ്രയോജനമൊന്നും ഉണ്ടാകണമെന്നില്ല. കാരണം ഒരു കൃത്യമായ ഒരു ഫോളോ അപ്പ് ഇല്ലാതെ നമ്മൾ എന്തും ചെയ്യുകയാണെങ്കിലും അതിൽ വലിയ സക്സസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ഒരു കണ്ടിന്യൂറ്റി എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 9. ആദ്യത്തെ സ്ലൈഡിൽ കാണുന്നത് പോലെ ചാപ്റ്റർ 9 V1. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയി V1 കുറിച്ച് പഠിക്കാൻ പോകുന്നു. V1 എന്ന് പറഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ഓക്കെ അല്ലേ? അപ്പൊ V1 അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ചെയ്യുന്നു എന്ന അർത്ഥമാണ് V1 വരുന്നത്. V2 അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ചെയ്തു. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് താഴെ V2 V3 അർത്ഥം കൂടി കൊടുത്തിട്ടുള്ളത്. V2 അർത്ഥം ചെയ്തു. V3ക്ക് 3 അർത്ഥങ്ങളാണുള്ളത്. ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ എപ്പോഴാണ് ആ അർത്ഥം നൽകേണ്ടത് എന്നും നമ്മൾ പഠിച്ചു. ഹാസോ ഹാവോ വന്നാലാണ് ചെയ്തിട്ടുണ്ട് എന്നാവുക. ഹാഡ് വന്നാലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാവുക. വിൽ ഹാവ് വന്നാലാണ് ചെയ്തിട്ടുണ്ടാകും എന്നാവുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ V1 കുറിച്ചാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ V1 അർത്ഥം ചെയ്യുന്നു. ഓക്കെ, V1 V2 V3 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതെന്താണ് എന്ന് ഓർമ്മ വരണം. വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് V1, സെക്കൻഡ് ഫോം V2, തേർഡ് ഫോം V3. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. V1 അർത്ഥം ചെയ്യുന്നു എന്നാണ്. അതായത് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാ? ടു ഡു എന്നാണ്. ഓക്കെ, ടു ഡു, ചെയ്യൽ. അപ്പൊ അതിന്റെ V1 V2 V3 എങ്ങനെയാണ്? ഡു, ഡിഡ്, ഡൺ. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ ഡു, ഡിഡ്, ഡൺ എന്നാണ് ഡു എന്ന വേർബിന്റെ V1 V2 V3. അപ്പൊ നമ്മൾ V1 കുറിച്ചാണ് പഠിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു സർക്കിൾ ഇട്ട് ഡു കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇവിടെ ഒരു റെഡ് കളറിൽ സർക്കിൾ ചെയ്തിട്ട് ഡു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് V1 കുറിച്ചാണ്. അപ്പൊ ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷിൽ അർത്ഥം വരുന്നത് ഡൂക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ V1 അർത്ഥം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഡു എന്നാണ് V1 അർത്ഥം വരുന്നത്. അതായത് ഏതൊരു വേർബ് എടുത്തു നോക്കിയാലും, പ്ലേ ആവട്ടെ, സ്റ്റഡി എന്നാവട്ടെ, ഈറ്റ് എന്നാവട്ടെ, അല്ലെങ്കിൽ ഡ്രിങ്ക് എന്നാവട്ടെ, ഏതൊരു V1 എടുത്തു നോക്കിയാലും അതിന് നമ്മൾ പറഞ്ഞു ചെയ്യുന്നു എന്നൊരു അർത്ഥം കിട്ടും. അതായത് പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നു, അപ്പൊ കളിക്കുന്നു അല്ലേ? അപ്പോൾ എല്ലാ വേർബിന്റെ ഉള്ളിലും, അതായത് V1 കാറ്റഗറിയിൽ വരുന്ന എല്ലാ വേർബുകളുടെയും ഉള്ളിൽ അകത്ത് ഒരു ഡു മറഞ്ഞു കിടപ്പുണ്ടാവും. ചെയ്യുന്നു എന്നുള്ള ഒരു ഡു ഉണ്ടാവും. അതായത് പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലേ പ്ലസ് ഡു എന്നാണ്. കളിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നു, അതായത് കളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നുന്നു, അതായത് ഈറ്റ് പ്ലസ് ഡു, തിന്നുക എന്ന പ്രവൃത്തി ചെയ്യുന്നു. അതുപോലെ സ്റ്റഡി, പഠിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നു, അതായത് സ്റ്റഡി പ്ലസ് ഡു. അപ്പൊ നമ്മൾ
V1ന്റെ അർത്ഥം ചെയ്യുന്നു എന്നാണ്. ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയല് ഡു എന്നാണ്. അപ്പൊ ഡു, ഡിഡ്, ഡൺ എന്ന ഡൂയുടെ V1, V2, V3 ഡൂനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം V1 ചെയ്യുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയല് ഡു എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഏതൊരു വേർബ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു വേർബ് എടുത്തു നോക്കിയാലും, അതായത് V1 കാറ്റഗറിയിൽ വരുന്ന ഏതൊരു വേർബ് എടുത്തു നോക്കിയാൽ ഇതിൽ കാണിച്ചിട്ടുള്ളത് പോലെ പ്ലേ, പ്ലേഡ്, പ്ലേഡ് അതിലെ V1 ഏതാണ്? പ്ലേ ആണ്. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ് അതിലെ V1 വർക്ക് ആണ്. ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പൺഡ് അതിലെ V1 ഏതാണ്? ഓപ്പൺ എന്നാണ്. ഗോ, വെന്റ്, ഗോൺ അതിലെ V1 ഏതാണ്? ഗോ എന്നാണ്. സീ, സോ, സീൻ അതിലെ സി എന്നാണ്. സ്ലീപ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ് സ്ലീപ്പ് എന്നാണ് V1. അപ്പോ പ്ലേ പ്ലസ് ഡു അല്ലെ, കളിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് കളിക്കുന്നു എന്നാവല്. അപ്പോ പ്ലേയുടെ ഉള്ളിൽ നമ്മൾ കാണാത്തൊരു ഡു മറഞ്ഞു കിടപ്പുണ്ട് അതിന്റെ അർത്ഥത്തിൽ. ഓക്കെ അല്ലേ? വർക്ക് പ്ലസ് ഡു, ജോലി ചെയ്യുക എന്ന പ്രവൃത്തി ചെയ്യുന്നു, അതായത് ജോലി ചെയ്യുന്നു. ഓപ്പൺ പ്ലസ് ഡു, തുറക്കുക പ്ലസ് ചെയ്യുന്നു, തുറക്കുന്നു. ഗോ പ്ലസ് ഡു, പോവുക, ചെയ്യുന്നു, പോവുന്നു. സീ പ്ലസ് ഡു, കാണുക പ്ലസ് ചെയ്യുന്നു, കാണുന്നു. സ്ലീപ് പ്ലസ് ഡു, ഉറങ്ങുക പ്ലസ് ചെയ്യുന്നു, ഉറങ്ങുന്നു. ഓക്കെ, അപ്പൊ V1ന്റെ ഒക്കെ ഉള്ളിൽ ഡു എന്നൊരു അർത്ഥം, ഒരു വേർബ് മറഞ്ഞു കിടപ്പുണ്ടാവും. അപ്പോ V1ന് ചെയ്യുന്നു എന്ന അർത്ഥം കിട്ടുന്നത് അങ്ങനെയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത സ്ലൈഡിൽ നോക്കിയാൽ നമ്മളിപ്പോ V1ന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ചെയ്യുന്നു എന്ന അർത്ഥം വരുന്നത് എങ്ങനെ എന്ന് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി. അതായത് V1 കാറ്റഗറിയിൽ വരുന്ന എല്ലാ വേർബുകളുടെയും അകത്തൊരു ഡു മറഞ്ഞു കിടപ്പുണ്ടാകും. ഒരു ചെയ്യുന്നു എന്ന അർത്ഥം വരുന്ന ഒരു ഡു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അതിനൊക്കെ ചെയ്യുന്നു എന്ന അർത്ഥം കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പഠിച്ച 8 സബ്ജക്റ്റുകളുടെ കൂടെ V1 ഉപയോഗിച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനാണ്. അത് ഷെയർ ചെയ്യുന്നത് സെന്റൻസുകളാക്കിയിട്ടാണ്. സെന്റൻസുകളാക്കുമ്പോൾ നമുക്ക് ഏത് സബ്ജക്റ്റുകളുടെ കൂടെയും സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 8 സബ്ജക്റ്റുകളുടെയും കൂടെ V1 ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാനാണ്. ഇവിടെ പ്ലേ പ്ലസ് ഡു, കളിക്കുന്നു, അത് നമ്മൾ പഠിച്ച 8 സബ്ജക്റ്റുകളുടെ കൂടെയും എങ്ങനെയാണ് ഉപയോഗിക്കുക. അതുപോലെ വർക്ക് പ്ലസ് ഡു, ജോലി ചെയ്യുന്നു. അതുപോലെ ഓപ്പൺ പ്ലസ് ഡു, തുറക്കുന്നു. ഗോ പ്ലസ് ഡു, പോവുന്നു. സി പ്ലസ് ഡു, കാണുന്നു. സ്ലീപ് പ്ലസ് ഡു, ഉറങ്ങുന്നു. ഇവിടെ പ്ലേ പ്ലസ് ഡു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്ലേ പ്ലസ് ഡു എന്നെന്താക്കണ്ട, എഴുതുന്ന സമയത്തൊന്നും എഴുതേണ്ടതില്ല. അതായത് പ്ലേ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് ഒരു ഡു ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുള്ളത്. പ്ലേ എന്ന് പറഞ്ഞാൽ തന്നെ കളിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് കളിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നു. അത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഡുവെ അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ പ്ലേ എന്ന് പറഞ്ഞാൽ തന്നെ കളിക്കുന്നു, വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നു. ഇതിന്റെയൊക്കെ ഉള്ളില് അകത്ത് ഒരു ഡു മറഞ്ഞു കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡുവെ പ്ലസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡിൽ പോയാൽ നമുക്ക് I, V, U 4 സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ V1 യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഞാൻ കളിക്കുന്നു എന്ന് എങ്ങനെയാ പറയാ? I play, ഞാൻ കളിക്കുന്നു. I work, ഞാൻ ജോലി ചെയ്യുന്നു. I open, ഞാൻ തുറക്കുന്നു. I go, ഞാൻ പോകുന്നു. I see, ഞാൻ കാണുന്നു. I sleep, ഞാൻ ഉറങ്ങുന്നു. ഓക്കെ അല്ലേ? അടുത്തതായി വി വെച്ച് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. വി പ്ലേ, നമ്മൾ കളിക്കുന്നു. വി വർക്ക്, നമ്മൾ ജോലി ചെയ്യുന്നു. വി ഓപ്പൺ, നമ്മൾ
തുറക്കുന്നു, വി ഗോ. നമ്മൾ പോകുന്നു, വി സി. നമ്മൾ കാണുന്നു, വി സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുന്നു. ഓക്കെ അല്ലേ? ഞാൻ ഓരോ ഉദാഹരണങ്ങളും അതിന്റെ അർത്ഥവും പറയുന്ന സമയത്ത് നിങ്ങളും കൂടെ പറയാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി അർത്ഥം അറിയുന്നതായതുകൊണ്ട് എന്റെ കൂടെ തന്നെ പറയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അടുത്തത് യു. നീ എന്നർത്ഥം വരുന്ന യു ആണ്. സിംഗുലർ യു ആണ്. യു പ്ലേ. നീ കളിക്കുന്നു. യു വർക്ക്. നീ ജോലി ചെയ്യുന്നു. യു ഓപ്പൺ. നീ തുറക്കുന്നു. യു ഗോ. നീ പോകുന്നു. യു സീ. നീ കാണുന്നു. യു സ്ലീപ്പ്. നീ ഉറങ്ങുന്നു. ഇനി യു. അടുത്ത യു അതെ പ്ലൂരൽ യു ആണ്. നിങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. യു പ്ലേ. നിങ്ങൾ കളിക്കുന്നു. യു വർക്ക്. നിങ്ങൾ ജോലി ചെയ്യുന്നു. യു ഓപ്പൺ. നിങ്ങൾ തുറക്കുന്നു. യു ഗോ. നിങ്ങൾ പോകുന്നു. യു സീ. നിങ്ങൾ കാണുന്നു. യു സ്ലീപ്പ്. നിങ്ങൾ ഉറങ്ങുന്നു. ഇവിടെ രണ്ട് യു വെച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങളും സെയിം ആണ്. ഞാൻ അന്നേ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അതായത് രണ്ടിന്റെയും വ്യത്യാസം, ആ ഡിഫറൻസ് മനസ്സിലാക്കല് നമ്മൾ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് മനസ്സിലാക്കലാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു വ്യക്തിയോടാണെങ്കിൽ നീ എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത്. ഒരുപാട് വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നാണ്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത സ്ലൈഡിൽ നമ്മൾ ആദ്യത്തെ 4 സബ്ജക്റ്റുകൾ കഴിഞ്ഞു. ഇനി ഹി, ഷീ, ഇറ്റ് അല്ലെ, തേർഡ് പേഴ്സൺ സിംഗുലർ, അതായത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ. ഓക്കെ, അതായത് അവൻ, അവൾ, അത്. ചെയ്യുന്നത് ഒരു പുരുഷനാണെങ്കിൽ അവൻ, സ്ത്രീയാണെങ്കിൽ അവൾ, മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഇറ്റ് എന്നാണ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റുകളുടെ കൂടെ V1 വരുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പോലെ V1 പ്ലസ് എസ് ഓർ ഇ എസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. അതായത് നമ്മൾ V1 വേർബിന്റെ കൂടെ ഹി, ഷീ, ഇറ്റ് 3 സബ്ജക്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ V1 വേർബിന് ശേഷം നിങ്ങൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? അതായത് താഴെ കാണിച്ചിട്ടുള്ളത് പോലെ ഡു, ഡിഡ്, ഡൺ. അതിലെ V1 ഏതാണ്? ഡു ആണ്. അപ്പൊ ഡൂയുടെ കൂടെ ഇ എസ് നമ്മൾ പറഞ്ഞു, എസ് അല്ലെങ്കിൽ ഇ എസ് അത് V1ന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഏത് സബ്ജക്റ്റുകളുടെ കൂടെ വരുമ്പോ? ഹി, ഷീ, ഇറ്റ്. ഈ 3 സബ്ജക്റ്റുകളുടെ കൂടെ മാത്രം V1 വരികയാണെങ്കിൽ, വേർബിന്റെ ഫസ്റ്റ് ഫോം വരികയാണെങ്കിൽ ആ വേർബിന്റെ ഫസ്റ്റ് ഫോമിന് ശേഷം എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കണം. അതായത് ആദ്യത്തെ ഡു, ഡിഡ്, ഡണ്ണിൽ ഡു ആണ് V1, അതിന്റെ കൂടെ ഇ എസ് നമുക്ക് ചേർത്ത് കൊടുത്താൽ ഡസ് എന്നാണ്. അതായത് ഹി ഡു എന്ന് പറയൂല, ഷീ ഡു എന്ന് പറയൂല, അതുപോലെ ഇറ്റ് ഡു എന്ന് പറയൂല. പകരം എന്താണ് പറയൽ? ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. അർത്ഥം സെയിം തന്നെയാണ്. അവൻ ചെയ്യുന്നു, അവൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ പ്ലേ, പ്ലേഡ്, പ്ലേഡ്. അതിന്റെ കൂടെ പ്ലേ പ്ലസ് എസ്, ഒരു എസ് ആഡ് ചെയ്ത് കൊടുക്കണം. എവിടെയാണ് ഇ എസ് ആഡ് ചെയ്യേണ്ടത്, എവിടെയാണ് എസ് മാത്രം ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് നമുക്ക് എന്താക്കാം, ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഹി, ഷീ, ഇറ്റ് ഈ 3 സബ്ജക്റ്റുകളുടെ കൂടെ V1 വരുന്ന സമയത്ത്, ഉപയോഗിക്കുന്ന സമയത്ത് ആ V1ന് ശേഷം നമ്മൾ എസ്ഒ അല്ലെങ്കിൽ ഇ എസ്ഒ ആഡ് ചെയ്ത് കൊടുക്കണം. പ്ലേ, പ്ലേഡ്, പ്ലേഡ് എന്നതിൽ V1 ഏതാണ്? പ്ലേ എന്നാണ്. ഓക്കെ, കളിക്കുന്നു. നമ്മൾ ഐ, വി, യു, യു ഈ 4 സബ്ജക്റ്റുകളുടെ കൂടെ പ്ലേ എന്ന് തന്നെയാണ് യൂസ് ചെയ്തത്. ഓക്കെ, പക്ഷെ ഹി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഷീ എന്ന സബ്ജക്റ്റിന്റെ കൂടെ പറയുമ്പോൾ, ഇറ്റ് എന്ന സബ്ജക്റ്റിന്റെ കൂടെ പറയുമ്പോൾ നമ്മൾ പ്ലേ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഹി പ്ലേസ്, ഷീ പ്ലേസ്, ഇറ്റ് പ്ലേസ്. ഓക്കെ, അവൻ കളിക്കുന്നു എന്ന് പറയൽ ഹി പ്ലേസ് എന്നാണ്. അവസാനം ഒരു എസ് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഗോ, വെന്റ്, ഗോൺ. അതിൽ V1 ഏതാണ്? ഗോ എന്നാണ്. ഗോയുടെ കൂടെ ഇ എസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോ ഗോസ് എന്നാണ് പറയേണ്ടത്. അതായത് ഹി ഗോസ്, ഷീ ഗോസ്,
ഇറ്റ് ഗോസ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഡു എന്ന് പറഞ്ഞാലും ഡസ് എന്ന് പറഞ്ഞാലും സെയിം ആണ് അർത്ഥം, ചെയ്യുന്നു. പ്ലേ എന്ന് പറഞ്ഞാലും പ്ലേസ് എന്ന് പറഞ്ഞാലും സെയിം ആണ് അർത്ഥം. അതുപോലെ ഗോ എന്ന് പറഞ്ഞാലും ഗോസ് എന്ന് പറഞ്ഞാലും സെയിം ആണ് അർത്ഥം, പോകുന്നു. ഓക്കെ, പക്ഷെ വ്യത്യാസം ഹി, ഷീ, ഇറ്റ് ഈ 3 സബ്ജക്റ്റുകളുടെ കൂടെ V1 വരുമ്പോൾ അതിന്റെ അവസാനത്തിലാണ് എസ് ഉപയോഗിക്കുക. ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ കൂടെ V1 വരുമ്പോ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് വ്യത്യാസം. ഇനി അടുത്ത സ്ലൈഡിൽ കാണുന്നത് പോലെ നമുക്ക് ഹി, ഷീ, ഇറ്റ് അതുപോലെ ബാക്കിയുള്ള ദേയുടെ കൂടി ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഹി പ്ലേസ്, ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, എല്ലാത്തിന്റെയും അവസാനം ഒരു എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റുകളാണ് വന്നിട്ടുള്ളത് V1ന്റെ കൂടെ. ഓക്കെ അല്ലേ? അപ്പൊ ഹി പ്ലേസ് അവൻ കളിക്കുന്നു, ഹി വർക്ക്സ് അവൻ ജോലി ചെയ്യുന്നു, ഹി ഓപ്പൺസ് അവൻ തുറക്കുന്നു, ഹി ഗോസ് അവൻ പോകുന്നു, ഹി സീസ് അവൻ കാണുന്നു, ഹി സ്ലീപ്സ് അവൻ ഉറങ്ങുന്നു. ഇനി ഷീയുടെ ഷീ പ്ലേസ് അവൾ കളിക്കുന്നു, ഷീ വർക്ക്സ് അവൾ ജോലി ചെയ്യുന്നു, ഷീ ഓപ്പൺസ് അവൾ തുറക്കുന്നു, ഷീ ഗോസ് അവൾ പോകുന്നു, ഷീ സീസ് അവൾ കാണുന്നു, ഷീ സ്ലീപ്സ് അവൾ ഉറങ്ങുന്നു. ഇനി ഇറ്റ് പ്ലേസ് അത് കളിക്കുന്നു, ഇറ്റ് വർക്ക്സ് അത് ജോലി ചെയ്യുന്നു, ഇറ്റ് ഓപ്പൺസ് അത് തുറക്കുന്നു, ഇറ്റ് ഗോസ് അത് പോകുന്നു, ഇറ്റ് സീസ് അത് കാണുന്നു, ഇറ്റ് സ്ലീപ്സ് അത് ഉറങ്ങുന്നു. അപ്പോ ഹി, ഷീ, ഇറ്റ് ഈ 3 സബ്ജക്റ്റുകളുടെയും കൂടെ V1 വരുമ്പോ അതിന്റെ അവസാനത്തില് എസ്ഒ ഇ എസ്ഒ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? വെറും പ്ലേ എന്ന് മാത്രമോ വർക്ക് എന്ന് മാത്രമോ നമ്മൾ സാധാരണ ഐ, വി, യു, ദേ ഈ 5 സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്ലേ എന്ന അല്ലെങ്കിൽ ഏതൊരു V1 എടുത്തു നോക്കിയാലും വർക്ക് ആവട്ടെ, സി ആവട്ടെ, ഗോ ആവട്ടെ, അതിന്റെയൊക്കെ ഉള്ളിൽ ഒരു ചെയ്യുന്നു എന്ന അർത്ഥം വരുന്ന ഡു മറഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പ്ലേസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തായിരിക്കും മറഞ്ഞു കിടക്കുക? ഡു എന്നാണോ? അല്ല, എസ് ഉണ്ട്. അതുകൊണ്ട് ഡസ് ആയിരിക്കും മറഞ്ഞു കിടക്കുന്നത്. ഓക്കെ അല്ലേ? പ്ലേ പ്ലസ് ഡസ് ആയിരിക്കും പ്ലേസ്. അങ്ങനെയാണെങ്കിൽ വർക്ക് പ്ലസ് ഡസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് പ്ലേയുടെ കൂടെ അവസാനം എസ് ചേർത്ത് കൊടുക്കുന്നത് അത് ഏത് എസ് ആണ്? അതായത് നമ്മള് പ്ലേയുടെ കൂടെ അല്ലെങ്കിൽ വർക്കിന്റെ കൂടെയൊക്കെ ഹി, ഷീറ്റിന്റെ കൂടെ വരുമ്പോ ചേർത്ത് കൊടുക്കുന്ന എസ് ഏത് എസ് ആണ്? അതെ, ഡൂവിനെ നമ്മൾ ഡസ് ആക്കാൻ ഉപയോഗിക്കുന്ന ഈ എസ് ഉണ്ടല്ലോ, ആ ഒരു എസ് ആണ് എല്ലാ V1ന്റെയും അവസാനത്തില് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് V1 ഹി, ഷീറ്റിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ പ്ലേസ് ആണെങ്കിൽ അത് പ്ലേ പ്ലസ് ഡു അല്ല, പ്ലേ പ്ലസ് ഡസ് ആണ്. അതുപോലെ വർക്ക് പ്ലസ് ഡു അല്ല, വർക്ക് പ്ലസ് ഡസ് ആണ്. നമുക്ക് ചെയ്യുന്നു എന്ന അർത്ഥം തരുന്നത് കൊണ്ടാണ് അതിന്റെ ഉള്ളിൽ ഡു അല്ലെങ്കിൽ ഡസ് മറഞ്ഞു കിടപ്പുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഹി, ഷീ, ഇറ്റിന്റെ കൂടെയാണെങ്കിൽ ആ ഒരു വേർബ് ഫസ്റ്റ് ഫോമിന്റെ ഒക്കെ ഉള്ളിൽ ഡസ് ആയിരിക്കും മറഞ്ഞു കിടപ്പുണ്ടാവുക. അതുകൊണ്ടാണ് ഈ ഓരോ വേർബിന്റെയും അവസാനത്തിൽ എസ് അല്ലെങ്കിൽ ഇ എസ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വേർബ് ഏതാണെന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദേയുടെ ഉദാഹരണങ്ങൾ നോക്കാം. ദേ പ്ലേ അവർ കളിക്കുന്നു. ഇവിടെ പ്ലേ എന്ന് മാത്രമാണ് പറഞ്ഞത്, കാരണം അത് ദേ ആണ് സബ്ജക്റ്റ്. ഹി ആണെങ്കിൽ അല്ലെങ്കിൽ ഷീ ആണെങ്കിൽ അല്ലെങ്കിൽ ഇറ്റ് ആണെങ്കിലാണ് നമ്മൾ എസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇ എസ് കൊടുക്കുന്നത്. ദേ ആയതുകൊണ്ട് എന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദേ പ്ലേ എന്നാണ്, അവർ കളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലേ പ്ലസ് ഡു ആണ്, കാരണം ദേയുടെ കൂടെ വന്നതുകൊണ്ട് പ്ലേ പ്ലസ് ഡു, കളിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നു. അത് ഹീയുടെ കൂടെ ആണെങ്കിൽ ഹി പ്ലേസ് എന്നാകും. അപ്പോ പ്ലേ പ്ലസ് ഡസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഹി, ഷീ, ഇറ്റിന്റെ കൂടെയൊക്കെ V1 പ്ലസ് ഡസ് ആയിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കൂടെ V1 പ്ലസ് ഡു ആയിരിക്കും. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദേ വർക്ക് അവർ ജോലി ചെയ്യുന്നു, ദേ ഓപ്പൺ അവർ തുറക്കുന്നു, ദേ ഗോ അവർ പോകുന്നു, ദേ സീ അവർ കാണുന്നു, ദേ സ്ലീപ്പ് അവർ ഉറങ്ങുന്നു.
അപ്പൊ നമ്മൾ കൃത്യമായി 8 സബ്ജക്റ്റുകളുടെയും കൂടെ V1 ഉപയോഗിച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി കൃത്യമായി മനസ്സിലാക്കി. അതിൽ വരുന്നൊരു വ്യത്യാസം കൂടി നമ്മൾ മനസ്സിലാക്കി. അതായത് ഹി ഷീറ്റ് സബ്ജക്റ്റുകളുടെ കൂടെ V1 വരുന്ന സമയത്ത് ആ V1ന്റെ അവസാനത്തിൽ എസ് അല്ലെങ്കിൽ ES ചേർക്കണം. ഓക്കെ, അത് ചേർക്കുന്നത് നമ്മൾ പറഞ്ഞു V1 SO ESO ആകുന്നത് ഡു ഡിഡ് ഡണ്, അതിൽ ഡു ആണ് V1. അതിൻ്റെയും കൂടെ നമ്മൾ ഹി ഷീറ്റ് എന്ന് പറയുമ്പോൾ ES ചേർക്കുന്നുണ്ട്, അതായത് ഡസ് എന്ന് ആക്കുന്നുണ്ട്. ആ ഒരു ഡസ് ആണ് V1ന്റെ ഒക്കെ അകത്ത് ഹി ഷീറ്റിന്റെ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ES ആണ് എല്ലാ വേർബുകളുടെയും അവസാനത്തിൽ SO അല്ലെങ്കിൽ ESO കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഹീയുടെ കൂടെ പ്ലേ പറയുമ്പോൾ ഹി പ്ലേ എന്നല്ല പറയുക, ഹി പ്ലേസ് എന്നാണ്. അപ്പൊ അത് പ്ലേ പ്ലസ് ഡസ് ആണ്. അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള വേർബിന്റെ ഫസ്റ്റ് ഫോമുകൾ. ഇനി അടുത്ത സ്ലൈഡിൽ ടു നോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് സിമ്പിൾ ട്രിക്ക് ടു റിമെമ്പർ. നമ്മൾ പറഞ്ഞു ചിലയിടത്ത് എസ് ആണ് ആഡ് ചെയ്യേണ്ടത്, ചിലയിടത്ത് ES ആണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഹി ഷീ ഇറ്റ് ഈ 3 സബ്ജക്റ്റുകളുടെ കൂടെ മാത്രം V1 വരുന്ന സമയത്ത് അതിൽ ഒന്നെങ്കിൽ എസ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ES ആഡ് ചെയ്യണം. എപ്പോഴാണ് ഇനി എസ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് ES ആഡ് ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. മോസ്റ്റ് വേർബ്സ് ആഡ് എസ്, അതായത് അധികം വേർബുകളുടെ കൂടെയും നമ്മൾ എസ് മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ O അല്ലെങ്കിൽ CH അല്ലെങ്കിൽ SH അല്ലെങ്കിൽ SS അല്ലെങ്കിൽ X അല്ലെങ്കിൽ Z ഈ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന പദങ്ങൾ ഉണ്ടാവും, വേർബുകൾ ഉണ്ടാവും. അതിന്റെ അവസാനങ്ങളിൽ ES ആണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഉദാഹരണങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. അതായത് കഴിഞ്ഞ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഡു അതുപോലെ ഗോ അതൊക്കെ ഓയിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ കൂടെ ES ആണ് നമ്മൾ കൊടുത്തത്. ഇനി കോൺസണന്റ് ലെറ്റർ പ്ലസ് Y, വവൽ ലെറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. A, E, I, O, U. ഓക്കെ, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. A, E, I, O, U. ഈ 5 വവൽ ലെറ്റേഴ്സ് അല്ലാത്ത ബാക്കി 21 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ലെറ്ററിന് ശേഷം Y വന്നാൽ, ഓക്കെ, അതായത് ഒരു വേർബ് വൈയിലാണ് അവസാനിക്കുന്നത്, ആ വൈക്ക് മുമ്പ് ഉള്ളത് കോൺസണന്റ് ലെറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ വൈയെ IES 3 അക്ഷരങ്ങളായിട്ട് നമ്മൾ മാറ്റും. ഓക്കെ, ഹി ഷീറ്റിന്റെ കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് അവസാനം ES ആക്കുന്നതിന് മുമ്പ് ആ വൈയെ I കൂടിയാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ കോൺസണന്റ് ലെറ്ററിന് ശേഷം വൈയിൽ അവസാനിക്കുന്ന വേർബുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ക്യാരി, ഓക്കെ, ചുമക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ക്യാരി എന്ന ഒരു വേർബ്, അതിന്റെ അവസാന ലെറ്റർ Y ആണ്. അതിന് തൊട്ട് മുമ്പുള്ളത് R ആണ്. അതൊരു കോൺസണന്റ് ലെറ്റർ ആണ്, വവൽ ലെറ്റർ അല്ല. അപ്പോൾ ആ ഒരു ക്യാരി എന്നതിനെ ഹി ഷീ ഇറ്റ് ഈ 3 സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് വൈയുടെ അവസാനം S ഇട്ട് കൊടുത്താൽ മാത്രം പോരാ. നമ്മൾ അവിടെ വൈയെ I ആയിട്ട് ചേഞ്ച് ചെയ്ത് അതിനുശേഷം ES കൊടുത്ത് IES ഇങ്ങനെയാണ് V1 ഉപയോഗിക്കാറുള്ളത്. അത് നമ്മൾ അടുത്തതിൽ ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം. അതായത് അടുത്ത സ്ലൈഡ് നോക്കുമ്പോൾ ഇഫ് ദ വേർബ് എൻഡ്സ് ഇൻ എ കോൺസണന്റ് പ്ലസ് Y ചേഞ്ച് Y ടു IES. ഓക്കെ, നമ്മൾ കോൺസണന്റിന്റെ ശേഷം വൈയിൽ അവസാനിക്കുന്ന വേർബുകൾ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാരി, അതുപോലെ സ്റ്റഡി. ഓക്കെ, Y ആണ് അവസാനിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ക്യാരിയിൽ R ആണ്, അതൊരു കോൺസണന്റ് ലെറ്റർ ആണ്. അതുപോലെ സ്റ്റഡിയിൽ D ആണ്. അപ്പൊ അതൊക്കെ ഹി ഷീറ്റിന്റെ കൂടെ വരുമ്പോൾ എങ്ങനെയാണ്? ഹി ക്യാരീസ്, അതായത് Y മാറ്റിയിട്ട് I ആക്കി കൊടുക്കണം. അതിനുശേഷം ഒരു ES കൂടി ചേർത്ത് കൊടുക്കണം. ഷീ സ്റ്റഡീസ് എന്നാണ്. ഓക്കെ, ഷീ സ്റ്റഡീസ്, അവൾ പഠിക്കുന്നു എന്ന് പറയല് വൈയെ മാറ്റിയിട്ട് I ആക്കിയിട്ട് അതിനുശേഷം ES ചേർത്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി ബട്ട് ഇഫ് വവൽ പ്ലസ് Y ജസ്റ്റ് ആഡ് S, അതായത് വൈയിൽ അവസാനിക്കുന്ന വേർബ് തന്നെയാണ്, പക്ഷെ തൊട്ട് മുമ്പുള്ള അക്ഷരം വവൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ അവിടെ
ഇങ്ങനെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അതായത് IES എന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സാധാരണ പോലെ എസ് മാത്രം കൊടുത്താൽ മതി. അതാണ് പ്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്ലേ എന്നതിന്റെ അവസാനത്തിൽ Y ആണ്. പക്ഷെ തൊട്ട് മുമ്പുള്ള ലെറ്റർ അക്ഷരം എ ആണ്. എ എന്നുള്ളതൊരു വവൽ ലെറ്റർ ആണ്. അതുകൊണ്ട് അതിനെ IES ഒന്നും ആക്കി മാറ്റേണ്ടതില്ല. പകരം ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻജോയ്, അടുത്ത വേർബ് എൻജോയ്. എൻജോയും അവസാനം Y ആണ്. പക്ഷെ തൊട്ട് മുമ്പുള്ള അക്ഷരം O ആയതുകൊണ്ട്, വവൽ ലെറ്ററിൽപ്പെട്ട O ആയതുകൊണ്ട് നമ്മൾക്ക് എൻജോയ് എന്നതിന് ശേഷം ജസ്റ്റ് ഒരു എസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ എസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴാണ്? ഹി, ഷീ, ഇറ്റ് ഈ 3 സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിക്കുമ്പോഴാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് പോലെ ആഡ് ES ഇഫ് ദ വേർബ് എൻഡ്സ് ഇൻ. നമ്മൾ ES എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നാണ് നോക്കുന്നത്. അതായത് ഓയിൽ അവസാനിക്കുന്ന വേർബുകളുടെ കൂടെ. ഉദാഹരണം ഗോ, അത് ഗോസ് എന്നാക്കണം. അതുപോലെ ഡു, ഡസ് എന്നാക്കണം. ഇനി CH കൊണ്ട് അവസാനിക്കുന്ന വേർബുകൾ വാച്ച്, ഓക്കെ, അത് വാച്ചസ് എന്നാണ് ആക്കേണ്ടത്. ഇനി SH ൽ അവസാനിക്കുന്ന വേർബുകൾ, അതായത് വാഷ്, അത് വാഷസ്, ES കൊടുത്തിട്ടാണ് നമ്മൾ ഹി, ഷീറ്റിന്റെ കൂടെ ഉപയോഗിക്കാറുള്ളത്. ഇനി SS ൽ അവസാനിക്കുന്ന വേർബുകൾ, ഉദാഹരണത്തിന് കിസ് എന്നതുപോലെ, ഓക്കെ, അത് കിസ്സസ്, ഓക്കെ, ലാസ്റ്റ് ES കൊടുത്തിട്ടാണ് നമ്മൾ V1 ൽ ഹി, ഷീറ്റിന്റെ കൂടെ ഉപയോഗിക്കുക. അതുപോലെ X ൽ അവസാനിക്കുന്ന വേർബുകൾ ഫിക്സ്, ഓക്കെ, അത് ഫിക്സസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ Z ൽ അവസാനിക്കുന്ന വേർബ് ആണെങ്കിൽ ഉദാഹരണത്തിന് ബസ് പോലത്തെ Z ൽ അവസാനിക്കുന്ന വേർബുകളാണെങ്കിലും നമ്മൾ ES കൊടുത്തിട്ടാണ് ഹി, ഷീറ്റിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത്. ഹി ബസസ്, ഓക്കെ. ഇനി അടുത്ത സ്ലൈഡിൽ പോയാൽ നമ്മൾ എന്തെയും പോലെ ഒരു ക്വിക്ക് ടെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ട്രാൻസ്ലേറ്റ് ദ ഗിവൺ സെന്റൻസസ് ഇൻ ടു ഇംഗ്ലീഷ്. താഴെ കൊടുത്ത സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഒന്നാമത്, ഞാൻ കളിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അവൻ തിന്നുന്നു, ഓക്കെ. അപ്പോൾ ഹി, ഷീറ്റിന്റെ കൂടെ വരുമ്പോൾ എന്താണ് മാറ്റം എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അവർ നോക്കുന്നു. നോക്കുക എന്ന വേർബ് ലുക്ക് എന്നാണ്, ഓക്കെ. ലുക്ക്, ലുക്ക്ഡ്, ലുക്ക്ഡ്, ഓക്കെ. ലുക്ക്, ലുക്ക്ഡ്, ലുക്ക്ഡ്, അതിൽ V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നീ എഴുതുന്നു, എഴുതുക റൈറ്റ്, ഓക്കെ. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇനി നമ്മൾ ഓരോ വേർബും പഠിക്കുന്ന സമയത്ത് അതിന്റെ 3 ഫോമുകളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഏത് സിറ്റുവേഷനിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. V1 മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് V2 അത് ഉപയോഗിക്കേണ്ട സമയത്ത് നമുക്ക് കിട്ടൂല. അതുപോലെ V3 ഉപയോഗിക്കേണ്ട സമയത്ത് നമുക്ക് അതൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഒരു വേർബ് പഠിക്കുന്ന സമയത്ത് അതിന്റെ 3 ഫോമുകളും പഠിച്ചു വെക്കണം. അത് തിന്നുന്നു, വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ അത് എന്നാണ് സബ്ജക്റ്റ്. അതുകൊണ്ട് അതിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. നിങ്ങൾ വായിക്കുന്നു, ഞങ്ങൾ പഠിക്കുന്നു, അവൾ കാണുന്നു, ഓക്കെ. അവൾ എന്നാണ്. അതുകൊണ്ട് അതിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കോർ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ തന്നെ ഒരു മാർക്ക് കൊടുക്കുക. 8 ആണെങ്കിൽ എക്സലന്റ് ആണ്, 6 7 ആണെങ്കിൽ നിങ്ങൾ വെരി ഗുഡ് ആണ്, 4 5 ആണെങ്കിൽ ഗുഡ് ആണ്, 3 ആണെങ്കിൽ ആവറേജ്, 2 ആണെങ്കിൽ ബിലോ ആവറേജ്, 1 ആണെങ്കിൽ കഷ്ടാണ്, പൂറാണ്. ഒന്നും കിട്ടിയില്ല എങ്കിൽ വാച്ച് അഗെയിൻ ആൻഡ് ലേൺ വെൽ. നിങ്ങൾ വീണ്ടും ഈ ക്ലാസ് നന്നായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നന്നായി പഠിക്കുക. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. അതായത് ഇന്നത്തെ ചാപ്റ്റർ V1 കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി V1 വെച്ച് നമുക്ക് ഏത് രീതിയിലുള്ള സെന്റൻസുകളും ഏത് സിറ്റുവേഷനിലും നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന് വരെ സഹായകമാകുന്ന രീതിയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് V1 കുറിച്ച് പഠിച്ചു. വരും ക്ലാസ്സുകളിൽ V2 കുറിച്ചും V3 കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ പൂർണ്ണമായും സ്കിപ്പൊന്നും ചെയ്യാതെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഉദാഹരണങ്ങളൊക്കെ നേരത്തെ അറിയുന്നതായിരിക്കും, പക്ഷെ എന്നെങ്കിൽ കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
കൃത്യമായിട്ട് അത് നമുക്ക് മനസ്സിൽ പതിയും. അതുകൊണ്ട് കൃത്യമായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. See you soon.